ഉണ്ട്. ഖൂനി സടക്ക്, രക്തത്തിൻ്റെ ഒരു ഖൂനി സടക്കിൻ്റെ രക്തം കൊണ്ടുള്ള റോഡ്. എപ്പോഴും അവിടെ ബ്ലാസ്റ്റും പരിപാടിയൊക്കെയാണ്. അവിടെ ആരാ പ്രവർത്തിക്കുന്നേ? ഈ കാത്തലിക് മിഷനും ഇവാഞ്ചലിക്കൽ മിഷനും ഈ ബന്ധക്കോസുകാരോട് പ്രവർത്തിക്കുന്നത്. ഇനി അവിടെ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ആൾക്കാരാണ്. ഞാൻ എത്രയോ പേരെ കാണിച്ചു തരാം. അവിടെ എന്താണ് ഗവൺമെന്റിന് പോകാൻ പറ്റാത്തത്? ഗവൺമെന്റ് ഇത് തൊലച്ച് നാശമാക്കി. ഗവൺമെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഇവരൊക്കെ ഇതിനെ നാശമാക്കി. ആ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതതിൻ്റെ കാരണം. ഉറപ്പായിട്ടും മോദി ഗവൺമെന്റ് വന്ന ശേഷം ഈ പറയുന്ന ഈ ട്രൈബ്സിന് വേണ്ടി പല സ്കീംസ് കൊണ്ടുവന്നു. ഉറപ്പായിട്ടും കൊണ്ടുവന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ പറയുന്ന ഉന്നത ഹിന്ദു കുലത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെ പരിപോഷിപ്പിക്കാൻ പോകുന്ന അവർക്ക് വിശ്വാസമില്ല. കാരണം ഇത്രയും നാളും ഈ മനുഷ്യരെ നശിപ്പിച്ചത് ഈ ആളുകൾ. കാരണം ഇവരെ അടുപ്പിച്ചിട്ടേ ഇല്ല. അടുത്തൊരു ചോദ്യം, ഈ ആൾക്കാരെ മതം മാറ്റുന്നു. കുറച്ച് നാൾ മുമ്പ് അതായത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ, ഇതൊക്കെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. അതായത് ഉനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ദളിത് പശുവിൻ്റെ ഇറച്ചി കഴിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടെ ആൾക്കാരെല്ലാം കൂടെ ആൾക്കൂട്ടം കയറി തല്ലുന്നു, ബഹളമാകുന്നു, വലിയ വാർത്തയാകുന്നു.